നമ്മളെ എത്തിയിരിക്കുന്ന എവിടെയാണ് വിജയകുമാർ? കുറ്റാളൂർ. വേങ്ങരയ്ക്കുള്ള ഈ അടുത്തുള്ള സ്ഥലത്ത് തന്നെ കുറ്റാളൂർ, വേങ്ങര തന്നെ. അപ്പൊ നമ്മളെ LP സ്കൂളിലേക്ക് പോകുന്നു. മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വന്നിട്ടുണ്ട്. മാത്രമല്ല HM ഒക്കെ ഉണ്ട്. അപ്പൊ അടിച്ചു കയറി ചേട്ടാ, അടിച്ചു കയറി. വേഗം നടന്നല്ലോ, വേഗം. ഹായ് മക്കളെ. എന്റെ പേര് ഡാലി ജോർജ്, സ്വദേശം കോട്ടയം. ഇവിടെ 10-35 വർഷമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. നല്ല കാര്യമല്ലേ അത്? സ്കൂളിൽ നിന്ന് തന്നെ വിരമിക്കണം. അതെ. സ്കൂളിന്റെ കാര്യങ്ങൾ ഉഷാറായിട്ട് പോണു. ഇതുപോലെയുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡ് ഇതാണല്ലോ, എല്ലാവരും ലഹരിയുടെ പിന്നാലെയാണ്. സ്കൂളാണ് ലഹരി. പക്ഷെ സ്കൂളിലേക്ക് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും ഇല്ല. മുതിർന്ന സ്കൂളിലെ കുട്ടികൾക്ക് എല്ലാവർക്കും ലഹരി അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഉന്മൂലനം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങളുടെ സ്കൂളും PTA എല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു ലഹരിക്കെതിരെ ഒരു നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതെ, ഞാൻ മാനേജറാണ്, സ്കൂൾ മാനേജറാണ്. സ്കൂളിന്റെ മാനേജർ. സ്കൂളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ, ഉഷാറായിട്ട് പോകുന്നു. ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം. താങ്കളുടെ അധ്യാപകനാണ്, സ്കൂൾ അധ്യാപകൻ. ഞാനിവിടെ താങ്കളല്ലേ മുരളി? ഇവിടുത്തെ പ്രദേശവാസിയാണ്. നമ്മുടെ പഞ്ചായത്ത് ദിവസം വന്നായിരുന്നല്ലോ ഇവിടെ. പഞ്ചായത്ത് ദിവസം പ്രസിഡന്റ് എവിടെ? പ്രസിഡന്റ് ഇല്ലാത്ത കാര്യം എന്താ പഞ്ചായത്തില്? ഓക്കെ, പ്രസിഡന്റ് പേരെന്താ? അസീന ഫസൽ. 24 ചാനലിനെ വേങ്ങരയിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് അതെ, ഏതായാലും 24 ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എന്താ വെച്ചാൽ നമ്മുടെ പുതിയ സമൂഹം, പ്രത്യേകിച്ച് ചെറിയ തലമുറ ഈ ലഹരിക്കെതിരെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനെതിരെ 24 ചാനൽ ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുത്തതിന് മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇല്ല, അത് ഇതിലേക്ക് ഇറങ്ങി ചെന്നാൽ 100% വെല്ലുവിളി ഉണ്ടാവും. പക്ഷെ അതൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതൊക്കെ താങ്ക് യു. ഓക്കെ, ഇനി ഒന്നും നോക്കില്ല. അപ്പൊ സന്തോഷല്ലേ? സന്തോഷം. എത്ര ടീച്ചേഴ്സ് ഉണ്ട് എല്ലാം കൂടെ? 8 പേര് പോരെ? നഞ്ചെന്തിനാ നാനാഴി? ശരി. ഓക്കെ. കുറ്റാളൂരിൽ കിടക്കുകയാണ്. AM-LP സ്കൂൾ കുറ്റാളൂരിൽ കിടക്കുകയാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഓക്കെ, അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ക്യാമറമാൻ, ലുക്ക് അറ്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഒന്ന് എല്ലാവരും ഒന്നിച്ച് പറഞ്ഞ് 1, 2, 3. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എൻജോയ് ലൈഫ്. 1, 2, 3. എൻജോയ് ലൈഫ്. ഗംഭീരായി. അതാണ് അല്ലേ, ലഹരിയും സ്വാതന്ത്ര്യം. ഗംഭീരമായി മക്കളെ, ഗംഭീരമായി. നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഇതേക്കാണോ ഇതിന്റെ സംഘാടക? ഞങ്ങളെല്ലാവരും ടീച്ചേഴ്സാണോ? അതെ. സിനു. ഓക്കെ, അപ്പൊ ഇവരാണ് ഇതിന്റെ മക്കളല്ലേ? ഏത് ക്ലാസ്സിലെയാ? +1 അല്ലേ? അപ്പൊ വളരെ സന്തോഷമായി നിങ്ങളെല്ലാവരും കേട്ടോ. ഇത് താത്തു പിടിച്ചാലേ മോടെ മുഖം കാണുമോ? നല്ല മുഖമല്ലേ മോടെ? അല്ലേ, നല്ല മുഖം എന്ന് പറഞ്ഞ പോലെ അസൂയ. കളിയാക്കി ചിരിച്ചു കേട്ടോ. അവൻ ആള് പ്രശ്നമാ. ഓക്കെ, അപ്പൊ വിജയ എല്ലാം കൊണ്ട് ഇവിടെ വളരെ അല്ലേ? സർ, ഇത് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പ്രോഗ്രാം കേരള സർക്കാരിന്റെ കീഴിൽ സംസ്ഥാന NSSL വിഭാവനം ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ജീവിതം മനോഹരമാണ്, സുന്ദരമാക്കണം എന്നുള്ളൊരു സന്ദേശത്തോടു കൂടിയാണ് ഇത് ഇറക്കുന്നത്. ഇതിൽ 3 മേഖലകളായിട്ടാണ് നമ്മളെ പ്രോഗ്രാം പോകുന്നത്. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വോളണ്ടിയർമാർ സ്വന്തം അംബാസിഡർമാരെ കൊണ്ട് സ്വന്തം കുടുംബം സന്തോഷമുള്ള കുടുംബമാണെന്ന് ഉറപ്പുവരുത്തുന്നു. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് കലാലയങ്ങളാണ്. കലാലയങ്ങളിൽ അവരുടെ
സഹപാഠികളെ, ലഹരിയുടെ വഴിയിൽ പോകുന്ന സഹപാഠികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. മൂന്നാമത്തെ മേഖല നമ്മളെ സമൂഹത്തിൽ 1000 ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലൈഫ് ഈസ് പ്രോഗ്രാം ബ്യൂട്ടിഫുൾ എന്നുള്ള പ്രോഗ്രാം പോകുന്നത്. സാറേ, നാഷണൽ സർവീസ് സ്കീമിന്റെ വോളണ്ടിയേഴ്സ് ആണ് നമ്മൾ. സംസ്ഥാന NSS ഓഫീസറായിട്ടുള്ള ഡോക്ടർ അൻസർ സാറിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 1000 ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോഗ്രാമിന്റെ മലപ്പുറം വേങ്ങര ഭാഗത്ത് നടക്കുന്ന പ്രോഗ്രാമാണത്.